ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജാങ്കോ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ജാങ്കോൻ്റെ പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. സോ ഇന്ന് നമ്മൾ ജാങ്കോൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ജാങ്കോൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മൾ ജാങ്കോ പ്രോജക്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ജാങ്കോൻ്റെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത് പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പ്. ഓക്കെ, സ്റ്റാർട്ട് ആപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ്. സ്റ്റാർട്ട് ആപ്പിന് കഴിഞ്ഞ് സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്നത് ഫസ്റ്റ്_ആപ്പ്. ഓക്കെ, സോ ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ഫയൽസ് ഉണ്ട്. അഡ്മിൻ ഉണ്ട്, ആപ്സ്, മോഡൽസ്, ടെസ്റ്റ്, വ്യൂസ് എന്നൊക്കെ പറഞ്ഞൊരു ഫയൽസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അഡ്മിൻ എന്ന് പറയുന്നത് നമ്മുടെ മോഡൽസ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഫയലാണ് അഡ്മിന്. ആപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇപ്പുറത്തെ ഇരിക്കുന്ന ഫസ്റ്റ് ആപ്ലിക്കേഷനെ നമ്മൾ കോൺഫിഗർ ചെയ്യാൻ ഉള്ള ഫയല്. മോഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഡേറ്റാബേസിനുള്ള ഫീൽഡ്. ഓക്കെ, ഡേറ്റാബേസിനുള്ള ഫീൽഡ് നമ്മളെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഴുതിയ ഫങ്ഷൻസ്, ആ ഫങ്ഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫയലിനകത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ അധികം യൂസ് ചെയ്യത്തില്ല, പക്ഷേ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അധികം യൂസ് ചെയ്യത്തില്ല. അടുത്തത് വ്യൂസ് എന്ന് പറഞ്ഞ ഫയൽ എന്ന് പറയുന്നത് റിക്വസ്റ്റും റെസ്പോൺസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഫയലാണ് views.py. പിന്നെ വരുന്നത് മൈഗ്രേഷൻസ് ആണ്. അതായത് നമ്മൾ മോഡൽസിനകത്ത് ഇപ്പോൾ ഒരു മൈഗ്രേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു, പുതിയ എന്തെങ്കിലും മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അതിനെ അപ്ഡേറ്റ് ചെയ്യും. അതാണ് മൈഗ്രേഷൻസിനകത്ത് വീഴുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റിങ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട്. ഈ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറയുന്നത് ഇതിനകത്താണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇത് ഡീഫോൾട്ടാണ്. ഓക്കെ, സോ ഇത് ഡീഫോൾട്ട് ഫയൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആപ്പാണ്. ഓക്കെ, ആപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി നേരെ ഈ വ്യൂസിനകത്ത് കയറും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ വ്യൂസ്. അപ്പോൾ അതിൽ നമുക്ക് റിക്വസ്റ്റും റെസ്പോൺസ് ഹാൻഡിൽ ചെയ്യണം. അതിനുള്ള ഹെഡിങ് എന്ന് പറയുന്നത് ഫ്രം django.http import http response. ഓക്കെ, http റെസ്പോൺസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിഫ് ഇൻഡെക്സ് റിക്വസ്റ്റ് റിട്ടേൺ ഹലോ വേൾഡ്. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ഫങ്ഷൻ എഴുതി. ഫങ്ഷനകത്ത് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു പാരാമീറ്ററാണ്. അത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് വേണം. റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ നമ്മൾ ഓപ്ഷണൽ ആണെങ്കിലും നമ്മളിത് ആഡ് ചെയ്തേക്കണം. സോ ഈ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ റെസ്പോൺസ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹലോ വേൾഡ് ആക്ച്വലി ഈ ഒരു മെസ്സേജ് നമ്മുടെ ബ്രൗസറിനകത്ത് കാണിക്കണം. ഓക്കെ, ഇനി നമ്മൾ വ്യൂസിനകത്ത് എഴുതി. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൻ്റെ URLs പേജിനകത്ത് നമുക്ക് ഇത് URL ആഡ് ചെയ്യണം. നമ്മുടെ ആപ്പിൻ്റെ വ്യൂസിനകത്ത് ആഡ് ചെയ്യണം. സോ ഇതിനകത്ത് നിങ്ങളുടെ ഇവർ കമാൻഡിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിളിനനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്യാം. സോ പാത്ത് എംപ്റ്റി സ്പേസ്, അതായത് നിങ്ങൾക്ക് URL റൂട്ട്
റൂട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. തൽക്കാലം ഞാനിപ്പോൾ ഒരു എം ടി സ്ട്രിങ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് അതിന് മുമ്പേ എനിക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആപ്പിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഫ്രം ഫസ്റ്റ് ആപ്പ് ഇമ്പോർട്ട്. ഇപ്പം ഞാൻ വ്യൂസിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വ്യൂസ് ഡോട്ട് ഇൻഡെക്സ്. സോ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ ഫംഗ്ഷനാണ്. സോ ഈ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കിട്ടണം. ഓക്കെ, ഡോട്ട് ഇൻഡെക്സ്. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ നെയിം കൊടുക്കും. നെയിം വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇൻഡെക്സ്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഇതിനെ റൺ ചെയ്യണം. റൺ ചെയ്യാനായിട്ടുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ പൈത്തൺ മാനേജ് ഡോട്ട് py on server. ഓക്കെ, സോ നമ്മളെ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനകത്തുള്ള വ്യൂസിൻ്റെ മെസ്സേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ആപ്ലിക്കേഷൻ എങ്ങനെ ജാങ്കോ പ്രോജക്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ, അതായത് നമ്മളെ ആപ്ലിക്കേഷൻ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആപ്പ് സ്പേസ് നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിങ്സിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്യുന്ന ശേഷം നമ്മൾ വ്യൂസിനകത്ത് ഈ ഒരു ഫങ്ഷനെ നമ്മൾ എഴുതി, അതായത് റിക്വസ്റ്റും റെസ്പോൺസും ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ URL-നകത്ത് നമ്മൾ ഈ പാത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ പാത്ത് ഞാനിവിടെ എം ടി സ്ട്രിങ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സാമ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ വർക്ക് ആവണം എന്നാണ് അല്ല. അപ്പോൾ പേജ് നോട്ട് ഫൗണ്ട് എന്ന്, കാരണം നമുക്ക് ഡീഫോൾട്ടായിട്ടൊന്നും ഇല്ല. നമുക്ക് ആകെ 2 URL ആണ് ഉള്ളത്. URL റൂട്ട് എന്ന് പറഞ്ഞാൽ അഡ്മിന് സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റൂട്ടിങ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, URL-ൻ്റെ നെയിമിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ജാങ്കോ ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.